സ്നേഹം ക്ഷീണിച്ചും തണുത്തും കൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിലാണ് നാം എത്തപ്പെട്ടിരിക്കുന്നത്. പരസ്പരം കൊല്ലുവാനും പരസ്പരം ഉപദ്രവിക്കുവാനും മനുഷ്യൻ മടി കാണിക്കുന്നില്ല. ഏഷണിക്കാരും വൻപ് പറയുന്നവരും ദോഷം ചെയ്യുന്നവരും കുറ്റം നിരൂപിക്കുന്നവരുമായി മനുഷ്യർ മാറിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ദൈവവചനം ബൈബിൾ വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു വിഷയമാണ്. സ്നേഹമില്ലെങ്കിൽ ഒന്നും ഇല്ല. 1 കൊരിന്ത്യർ ലേഖനം 13 അധ്യായം അതിൻ്റെ 2 വാക്യം, സ്നേഹമില്ലെങ്കിൽ എനിക്ക് ഒരു പ്രയോജനവും ഇല്ല. അതെ, ആത്മാവിൻ്റെ ഫലങ്ങളിൽ പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയമാണ് സ്നേഹം എന്ന് നമുക്കറിയാം. അതെ, സ്നേഹം നാം പ്രതിഫലിപ്പിക്കുവാൻ തയ്യാറാകുമ്പോൾ അതിൻ്റെ ശക്തി വളരെ വലുതാണെന്ന് നാം മറന്നു പോകരുത്. എന്നാൽ ഇന്ന് അനേകർക്കും അതിൻ്റെ ശക്തിയെ പ്രതിഫലിപ്പിക്കുവാൻ കഴിയാറില്ല. സ്നേഹമുണ്ടെന്നും ക്ഷമയുണ്ടെന്നും പരസ്പരം പറയുമ്പോൾ തന്നെ പരസ്പരം ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനും അംഗീകരിക്കുവാനും കഴിയാത്തവരായി നാം തീർന്നു പോകാറുണ്ട്. സ്മിത്ത് വിഗിൽസ്വർത്ത് എന്ന് പറയുന്ന ഒരു ദൈവദാസൻ്റെ ഒരനുഭവം ഒരിക്കൽ ഞാൻ വായിപ്പാനിടയായി തീർന്നു. അദ്ദേഹം വിശ്വാസിയാകുന്നതിനും ദൈവിക വേലയ്ക്ക് വരുന്നതിനും മുമ്പ് താനൊരു പ്ലംബിംഗ് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. തൻ്റെ ഭാര്യ നല്ല വിശ്വാസിയും പ്രാർത്ഥന ജീവിതമുള്ള വ്യക്തിയുമായിരുന്നു. ഒരു പ്രത്യേക പ്രാർത്ഥനയ്ക്കായി അവർ പോകണമെന്നാഗ്രഹിക്കുകയും സ്മിത്ത് വിഗിൽസ്വർത്തിനോട് പല സമയങ്ങളിൽ അവർ പെർമിഷൻ ചോദിക്കുകയും ചെയ്തു. എന്നാൽ അവസാനം മനസ്സില്ലാ മനസ്സോടെ അദ്ദേഹം സമ്മതിച്ചു എങ്കിൽ തന്നെ 9 മണി രാത്രിക്ക് മുൻപ് മടങ്ങി വരണം എന്ന് അവരോട് നിർബന്ധിച്ചു. എന്നാൽ അവർ വന്നപ്പോൾ അല്പസമയം ലേറ്റായിട്ടാണ് കടന്നു വരുവാനിടയായി തീർന്നത്. കോപിഷ്ഠനായ സ്മിത്ത് വിഗിൽസ്വർത്ത് തൻ്റെ വീട് പൂട്ടി തൻ്റെ ഭാര്യയെ ആ രാത്രി വീട്ടിൽ കയറുവാൻ അനുവദിക്കാതെ പുറത്ത് ഇരുത്തി. പുറത്ത് വലിയ തണുപ്പും മഞ്ഞുവീഴ്ചയുമുള്ള ദിവസമായിരുന്നു. അവർ തണുപ്പധികമേക്കാതിരിപ്പാൻ രാത്രി ആ വീടിൻ്റെ വാതുക്കൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് സ്വയം ശരീരം ചൂടാക്കിക്കൊണ്ടിരുന്നു. എന്നാൽ തണുപ്പ് താങ്ങുവാൻ കഴിയാതെ അവർ വളരെ കഷ്ടപ്പെട്ടു. പ്രഭാതമായി രാവിലെ 6 മണിക്ക് ഈ മനുഷ്യൻ എഴുന്നേറ്റ് വാതിൽ തുറക്കുമ്പോൾ ക്ഷമയോടെ ഭാര്യ വാതുക്കൽ നിൽക്കുന്നത് താൻ ശ്രദ്ധിക്കുവാനിടയായി തീർന്നു. പെട്ടെന്ന് താൻ അകത്തോട്ട് നടന്നു കയറുമ്പോൾ ആ സഹോദരി തണുപ്പ് സഹിക്കാൻ കഴിയാതെ കുഴഞ്ഞ് താഴെ വീണു. ഈ മനുഷ്യൻ ആ സഹോദരിയെ അകത്ത് കൊണ്ടുപോയി ചൂടൊക്കെ വെച്ച് സ്വന്തമായി ഹെൽപ്പ് ചെയ്യുവാനിടയായി. അല്പസമയം ശാന്തമായിരുന്നതിന് ശേഷം ആ സഹോദരി വീടിനുള്ളിൽ കയറി കോഫിയും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ഉണ്ടാക്കി ശാന്തമായി സ്മിത്ത് വിഗിൽസ്വർത്തിൻ്റെ അടുക്കൽ വന്ന് അദ്ദേഹത്തിന് അത് കൊടുത്തു. ഈ പ്രകൃതം കണ്ട് ആ ദൈവദാസൻ വളരെ അധികം ആശ്ചര്യപ്പെട്ടു. തൻ്റെ ഭാര്യ തന്നോട് കോപിക്കുമെന്ന് കരുതി, എന്നാൽ അവർ കോപിക്കാതെ ക്ഷമയോടെ പ്രവർത്തിച്ചു. അതെ, പലപ്പോഴും നമ്മളുടെയും ജീവിതത്തിൽ ഇതുതന്നെയാണ്. ക്ഷമയോടെ നാം പ്രവർത്തിക്കുകയും കോപിക്കാതെ പ്രതികരിക്കാതെ നാം ജീവിക്കുകയും ചെയ്താൽ അസാധ്യങ്ങൾ സാധ്യമാകും. പിന്നത്തേതിൽ സ്മിത്ത് വിഗിൽസ്വർത്ത് അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസനായി മാറുവാൻ ഇടയായിത്തീർന്നു. 1 കൊരിന്ത്യർ ലേഖനം 13 അധ്യായം അതിൻ്റെ 13 വാക്യം, ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ 3 നിലനിൽക്കുന്നു, എന്നാൽ ഇവയിൽ വലുതോ സ്നേഹം തന്നെ. അതെ, സ്നേഹത്തോടെ നല്ല സ്വഭാവം പുറപ്പെടുവിക്കുവാൻ, മാതൃകാപരമായ ജീവിതം പുറപ്പെടുവിക്കുവാൻ നാം തയ്യാറായാൽ നമ്മളുടെ സ്നേഹത്തിൻ്റെ പ്രവൃത്തിക്ക് മുമ്പിൽ ഒരു ശത്രുവിനും പിടിച്ചു നിൽക്കുവാൻ കഴിയത്തില്ല. എല്ലാ മനസ്സുകൾക്കും വ്യതിയാനം വരുത്തത്തക്കവണ്ണം ദൈവം നമ്മെ അനുഗ്രഹിപ്പാനിടയായിത്തീരും. അതുകൊണ്ട് സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല എന്നുള്ള തിരിച്ചറിവോടെ ദൈവസന്നിധിയിൽ സ്നേഹം പ്രകടിപ്പിക്കുന്നവരായി തീരുവാൻ സർവശക്തനാകുന്ന ദൈവം നമ്മെ സഹായിക്കട്ടെ.